വിറകായിരിക്കുമോ? വിറക് ഇങ്ങനെ എടുക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഒരു പണക്കുള്ള വഴിയാണ്, പക്ഷേ പൂർത്തിയായിട്ടില്ല. ചോദിച്ചു നോക്കാം നമുക്ക് അവരോട് എന്താ സംഭവം. किसके लिए? अपना लिए खाना बनाने के लिए जलावन ले रहा है हम लोग चुन के। गैस चूल्हा नहीं है हम लोग के। अब पैसा होगा तब ना हम लोग खरीदेंगे। अब हम लोग गरीब आदमी है, मजदूर आदमी है, तो कहाँ से खरीद के लिए आएंगे? ഒരു കുപ്പി വെള്ളം എടുത്ത് കയ്യിൽ കരുതുന്നുണ്ട്. ഈ വിറകെടുത്ത് കൊണ്ടുപോകുന്നതിനിടയിൽ ദാഹിക്കുമ്പോൾ കുടിക്കാൻ വേണ്ടി. അത്രയും കനത്ത വെയിലാണ്. ഇത് ആ വെയിലത്തും അവരിപ്പോഴും വിറക് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. नहीं घर भी नहीं है हम लोग का, टाटी पलानी का घर है, उसी में हम लोग रहते हैं. नहीं राशन भी हमको नहीं मिलता है. रोज कितना मिलता है? 300 में क्या होगा? घर पेट चलेगा कि बाल बच्चा को पढ़ाई लिखाई होगा? കുറച്ച് അകലെയാണ് ഇവരുടെ വീട്. അവിടുന്ന് നടന്ന് വന്ന് ഈ വയലിൽ നിന്ന് ഇത് കടുക് എടുത്തതിന് ശേഷം ബാക്കിയുള്ള ചെടിയാണ്. ഇത് എടുത്തു കൊണ്ടുപോവാണ് ഇവർ ചെയ്യുന്നത്. കത്തിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഇവർ പറയുന്നത്. राशन तो सब चीज महंगा है. चावल है तो 40 रुपए चावल दे रहे हैं. करू तेल है तो उसी भी महंगा है. सब्जी है तो भी महंगा है. क्या खाएगा गरीब? कैसे जिएगा गरीब? गरीब लोग तो नहीं कमाएगा तो मर जाएगा. വലിയ വിലക്കയറ്റാണ്. സാധാരണ ജനങ്ങൾ, പാവപ്പെട്ടവർ എങ്ങനെ ജീവിക്കുന്നതാണ് ഇവർ ചോദിക്കുന്നത്. ഇവിടെ മാത്രമല്ല, അപ്പുറത്ത് ഇനിയും ആൾക്കാരുണ്ട്. അവരോടും കൂടി പോയി ചോദിച്ചു നോക്കൂ, അവരും പറഞ്ഞു തരും. പക്ഷേ നമ്മൾ പഞ്ചാബിൽ നിന്ന് തുടങ്ങി, ഹരിയാന വിട്ടു, UP കയറി, ഇപ്പം ബീഹാറിലെത്തി നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് കുടുംബങ്ങൾ ഗ്യാസ് ഇല്ലാത്തതുണ്ട്. പക്ഷേ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ കണ്ട ആളുകൾക്ക് എല്ലാം സാധാരണക്കാരും പാവപ്പെട്ടവരാണ്. പാവപ്പെട്ടവരെന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ടവരാ. എൻ്റെ വീട്ടിൽ ഗ്യാസ് കിട്ടുന്ന എപ്പോഴാണെന്നറിയോ? 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ ഞാൻ പഠിക്കുമ്പോഴാണ്. എത്രയോ വർഷമായി ഇവർക്ക് ഇപ്പോഴും ഗ്യാസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണേ. അത് പ്രശ്നമാണ്. അത് ഈ വീട്ടിലിരിക്കുന്ന ആളുകൾ, അതായത് ഭക്ഷണം പാകം ചെയ്യുന്ന ആളുകൾ വരുന്ന വലിയൊരു സ്ട്രഗിളാണത്. ഇത് കത്തിക്കാനുള്ള സാധനം കണ്ടെത്തുന്നൊക്കെ ഉള്ളത്. നമുക്ക് വോട്ടർ സൈക്കിൾ ഡയറിക്ക് പറയാനുള്ളത്, ഭരണാധികാരികൾ ഇനി വരുന്ന ലോക്സഭയെങ്കിലും ശ്രദ്ധിക്കണം. ഇതേപോലെ ഏറ്റവും പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനും മുന്നിൽ നിന്ന് നയിക്കണം. യാത്ര തുടരാം. നമുക്ക് യാത്ര തുടരാം, പോവാം.